നമസ്കാരം. എന്തുകൊണ്ട് CPM ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു? ഈ കഴിഞ്ഞ തദ്ദേശ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാർ തിരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിലും കൊല്ലത്തും, അതായത് കണ്ണൂരിലും കൊല്ലത്തും പാർട്ടി അംഗങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യയിൽ വേറെ എങ്ങും ഈ CPM കാര്യമായിട്ടില്ല, ലോകത്തും വലുതായിട്ട് ഈ രീതിയിലില്ല. അപ്പൊ ഈ കൊല്ലത്തും കണ്ണൂരും മാറിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് എവിടെ വേണമെങ്കിലും മാറാവുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നു, എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് തങ്ങൾക്ക് എതിരെ വോട്ട് ചെയ്തതെന്നുള്ളത് അതിന്റെ കാരണം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രീ TP രാമകൃഷ്ണൻ എങ്ങും തേടേണ്ട ആവശ്യമേ ഇല്ല. വളരെ പകൽ പോലെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ ചേർന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല CPM ഇപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും വിരുദ്ധമായ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലുമാണ് CPM ഏർപ്പെട്ടിരിക്കുന്നത്. അത് ഇതുവരെ ജനങ്ങൾ ഇത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ വളരെ ലളിതവും വ്യക്തവുമായിട്ട് ജനങ്ങൾക്കത് ബോധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മാനുഷികമായ ചിന്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുകയും അക്രമ സംഭവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യർ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്ന് പോകുന്നു. ഇതാണ് കേരളത്തിൽ CPMന്റെ പാർട്ടിയുടെ അടിത്തറ ഇളകാനുള്ള ഒരു പ്രധാന കാരണം. ഒന്ന് ആലോചിച്ച് നോക്കുക, EP ജയരാജനെ പോലുള്ള ഇത്രയും മുതിർന്ന നേതാവ്, ശരിയാണ്, കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ സംസ്കാരം എടുത്ത് നോക്കുമ്പോൾ അവിടെ അക്രമത്തിന് കൂട്ടുനിൽക്കാത്തവർക്ക് രാഷ്ട്രീയ അല്ലെങ്കിൽ CPMലാണെങ്കിലും അത് BJPയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അക്രമത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ അണികൾ കൂടെ നിൽക്കത്തില്ല, അണികൾ കൂടെ നിന്നില്ലെങ്കിൽ നേതാക്കന്മാർക്ക് നേതാക്കന്മാരാകാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ലാഘവത്തോടെയാണ് ഈ ഓലപ്പടക്കം ക്രിസ്മസിന് കിട്ടിയപ്പോൾ ചരട് മുറുകി പൊട്ടിപ്പോയി, അതും കൈ പത്തി പൊട്ടി തെറിച്ചു പോകുന്ന രീതിയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും വലിയ കുറ്റകൃത്യമല്ലേ അത്? ഒരു സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങേ അറ്റം, വിശേഷിച്ചും ഇന്ന് ഈ ലോകം മുഴുവൻ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കണമെന്നാണ് ഇതിന്റെ നിയമം അനുശാസിക്കുന്നത്. ഇതിന്റെ ലൈസൻസ് കൊടുക്കുന്നതാണെങ്കിലും എത്രമാത്രം ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാം, എവിടെ നിന്ന് വാങ്ങാം, എങ്ങനെ വാങ്ങണം, എങ്ങനെ സൂക്ഷിക്കണം, ഇതിനെല്ലാം നിയമം ഉള്ളതാണ്. അപ്പൊ അത്തരം നിയമം CPM അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ നിയമം നടപ്പിലാക്കുന്നില്ല, നിയമവാഴ്ച നടക്കുന്നില്ല എന്നുമല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അത് മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്, പിണറായിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇതിന്റെ ഗൗരവത്തെ കൂടുതൽ ഉയർത്തി കാട്ടുകയും ചെയ്യുന്നു. കാരണം ആ പ്രദേശത്തിന്റെ പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കേരളത്തിലുള്ളവർക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും ഓർമ്മ വരുന്നത് മുഖ്യമന്ത്രിയെയാണ്. മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ടും മുഖ്യമന്ത്രിയുടെ നേരിട്ട് ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു സംഗതികളുമാണ് ഇതെല്ലാം. അപ്പൊ ഇത് EP ജയരാജൻ ഈ ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അണികളുടെ പിന്തുണ സ്വാഭാവികമായിട്ടും കണ്ണൂരിലെ ഒരു അക്രമ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നത് തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നാളെ BJPക്കാരനും ഇതേപോലെ ഓലപ്പടക്കം ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? ഓരോ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും പോകുമ്പോഴും അതിന് മുൻപും പിൻപും എല്ലാം ഇങ്ങനെ ഓലപ്പടക്കങ്ങൾ ഉണ്ടാക്കിയാണ് ഇന്ന് കണ്ണൂരിൽ ഒട്ടേറെ ആൾക്കാർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചില പെൺകുട്ടികൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു പെൺകുട്ടിയുടെ കാല് നഷ്ടപ്പെട്ടു പോയി, അതേപോലെ തന്നെ പാദങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, അബദ്ധവശാൽ പൊട്ടി, അവർ നിരപരാധികളായ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതിനെല്ലാം ഇത്തരത്തിൽ ലാഘവത്തോടെ കാണുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന നേതൃത്വവും ഭരിക്കുന്ന പാർട്ടിയും. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് പോലീസ് എടുത്തിരിക്കുന്ന കേസും ഓലപ്പടക്കം ഉണ്ടാക്കിയപ്പോൾ പൊട്ടി എന്നുള്ള രീതിയിലാണ് കേസ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് നഗ്നമായ ഒരു അധികാര ദുർവിനിയോഗമാണ്. മാത്രമല്ല, അധികാരത്തിന്റെ ബലത്തിൽ
യഥാർത്ഥത്തിൽ ഇത് ഈ അക്രമ സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. കാരണം ഇത് കണ്ട നാളെ BJP-കാരനും സ്വാഭാവികമായിട്ട് കണ്ണൂരിൽ CPM-കാർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാലോ ഓലപ്പടക്കങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ടും BJP-കാരും അല്ലെങ്കിൽ അതിന്റെ RSS അനുഭാവികളൊക്കെ ഇത് ഉണ്ടാക്കും. ഇങ്ങനെയാണ് കണ്ണൂരിന്റെ ഒരു സംസ്കാരം മാറുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ കണ്ണൂരിലെ ജനത, കാരണം ഒട്ടേറെ നല്ല മനുഷ്യരുള്ള ഒരു പ്രദേശമാണ് ഈ വടക്കേ മലബാറിലെ കണ്ണൂർ എന്ന പ്രദേശം. ഇപ്പൊ വ്യക്തിപരമായിട്ട് പോലും ഒരുപാട് നല്ല മനുഷ്യർ വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ മൊത്തത്തിൽ കണ്ണൂരിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, കാരണം ഒരു കണ്ണൂരിന് പുറത്തു നിന്നൊരു വിവാഹാലോചന വന്നാൽ പോലും ആൾക്കാർ ഇപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതും കൂടെ കണ്ണൂരിലെ പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ സംസ്കാരത്തിനകത്ത് നിന്ന് പുറത്തു വരണം എന്നുള്ള ചിന്തയെങ്കിലും കണ്ണൂരിലെ സമാധാനകാംക്ഷികളായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഈ ബോംബ് സ്ഫോടനമായാലും പടക്കം പൊട്ടലായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു യുവാവിൻ്റെ, അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ശിഷ്ടജീവിതം ഈ വൈകല്യത്തോടെ ഈ മനോഹരമായ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ദാരുണമായ ഒരു സത്യം തന്നെയല്ലേ.